എന്തൊരു ഗതീതി എണ്ണിയൊടുങ്ങാതേറെ കറാമത്തിൻ കഥയെത്തിര ചൊല്ലി നടക്കണ് നാട്ടിലെ കൂട്ടര്. അന്തരമില്ലാതെല്ലുമെ മായാവി കഥ പോലത് ഷിർക്കിൻ അന്ധതയിൽ മുഴുകുന്നു സമൂഹം ഓർക്കണേ. അമ്പിയരിൽ ചിലർ കമ്പവനേകിയ ഉത്തമമായ കറാമത്ത് അമ്പിളിയെ തിരുക്കുമ്പിളിലാക്കി പിളർത്തി റസൂൽ മുഅ്ജിസത്ത്. അല്ല കൊടുത്ത വിലായത്തിൽ വെളിവായി പലർക്കും കുതിരത്ത്. മൊല്ല പടച്ച് വിടുന്ന കഥയെ വിളിക്കരുതിയൊരു പേരിട്ട്. നാലാൾ കൂടുന്ന മുറക്ക് നാവിന്നോ ഇല്ല വിലക്ക്. പണ്ഡിത വേഷമണിഞ്ഞവരോർക്ക് പണ്ടവൻ ദീനിനെ ചേർക്കണോ ശിർക്ക്. കാലം ഇത് പുതുയുഗമാണ്, കാണും ഈ ലോകമിതാകെ. പുണ്യമതം ഇസ്ലാമിനൊരാശയമില്ലേ നമ്മെ നയിക്കാൻ. പൂർവികർ താബീൻ പാതകൾ നമ്മൾ നീങ്ങണ്ടേ. പൂർണതയെത്തിയ ദീനിനെയല്ലേ പുണ്യ റസൂല് നമുക്ക് വിദായിലെ കുത്തുബയിൽ തന്നത് നമ്മൾ ഓർക്കണ്ടേ. സൂപ്പർ വരി. തീർന്നിട്ടില്ല, അടുത്തത്. ഇല്ല ഇവർക്ക് കറാമത്ത് എന്നല്ല പറയാൻ നോക്കുന്നേ. ഇക്കഥയെന്തിന് നാട് മുഴുക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്നു. ഈ പണി കണ്ടറിവിന്റെ നിലാവിത മുട്ടിനുദിക്കുന്നു. ഇത്തരം ആളുകൾ കാട്ടിന പേക്കൂത്തൊക്കെ ഈ പേര് വിളിക്കുന്നു. നാനാമതസ്ഥരിടക്ക് നാണക്കേടല്ലേ നമുക്ക്. ഹജ്ജിനു വേണ്ടി നടന്നോൻ കിട്ടിയ പട്ടം മൗലിയ എന്നോൻ. ആളുണ്ട് ഇവർക്ക് തുണക്കായി, ആരുണ്ടിത് കണ്ട് എതിർക്കാൻ. അസ്ഥി കൊടുക്കാതല്ല പടച്ചൊരു നാവ എന്നതുകൊണ്ട് അസ്തിത്വം കളയാന്തി നേർക്കത് നീട്ടല്ലേ. സ്വസ്ഥമി ദുനിയാവൽപ സുഖത്തിനായി ദീനിനെ വിറ്റ് സുസ്ഥിരമാം പരലോകമേ നഷ്ടമിലാക്കല്ലേ. എന്തൊരു ഗതീതി എണ്ണിയൊടുങ്ങാതേറെ കറാമത്തിൻ കഥ എത്തിര ചൊല്ലി നടക്കണ് നാട്ടിലെ കൂട്ടര്. അന്തരമില്ലാതെല്ലുമെ മായാവി കഥ പോലത് ഷിർക്കിൻ അന്ധതയിൽ മുഴുകുന്നു സമൂഹം ഓർക്കണേ. കാലികമായ വരികള്. ഇത് അടിപൊളിയായിട്ട് എല്ലാവർക്കും തിരിയുന്ന രീതിയിൽ തന്നെ ഷൈജൽ ഒടുങ്ങാക്കാട് എന്ന് പറയുന്ന ആ സഹോദരൻ എഴുതിയിട്ടുണ്ട്. ആ സഹോദരൻ ഇനിയും ഇത്തരത്തിൽ തുറന്ന് എഴുതാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഇന്നത്തെ കാലത്തിന് പറ്റിയ പാട്ടാണ്, അതിലൊരു ഉത്ബോധനം കിട്ടുന്ന വരികളാണ് എന്നുള്ളത് കൊണ്ടാണ് പാടിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.